ഇവിടെ കുറെ സയന്റിസ്റ്റുകൾ ചേർന്ന് ഒരുത്തന്റെ തലയിലുള്ള ഹെൽമെറ്റ് പോലെയുള്ള എന്തോ ഒന്ന് മുറിച്ചു മാറ്റി എടുത്തതിന് ശേഷം നോക്കിയാൽ അയാളുടെ മുഖത്ത് എന്തോ വിചിത്രമായ ഒരു ക്രിയേച്ചർ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ അവിടെയുള്ള എല്ലാവരും ഭയങ്കര ഷോക്കായി. പെട്ടെന്ന് ഒരുത്തന്നെ ഒരു കട്ടിംഗ് ബ്ലേഡ് എടുത്ത് അതിന്റെ ടെന്റകൾസ് എല്ലാം ഓരോന്നായി മുറിച്ചു. അതിനെ എടുക്കാൻ നോക്കി. എന്നാൽ ആ ക്രിയേച്ചറിനെ കട്ടിംഗ് ബ്ലേഡ് വെച്ച് പിടിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ അയാളുടെ കഴുത്ത് ഭയങ്കര ടൈറ്റിൽ മുറുക്കാൻ തുടങ്ങി. അത് കണ്ട് അവരും അത് നിർത്തി അയാളുടെ ബോഡി ഫുള്ളായി സ്കാൻ ചെയ്ത് നോക്കിയാൽ ആ ക്രിയേച്ചറിന്റെ ടെന്റകൾസ് എല്ലാം അവന്റെ ബോഡിയിൽ ഫുള്ള് പരന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം അവർ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷം അവരും അവനെ ബോധം കെടുത്തി കണ്ടിന്യൂസ് ആയി ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരു സയന്റിസ്റ്റും ഇവനെ രക്ഷിക്കണമെങ്കിൽ ഇവന്റെ മുഖത്ത് നിന്ന് എങ്ങനെങ്കിലും ഈ ജീവിയെ പുറത്തെടുക്കണം. അത് കേട്ട് അവരൊരു ലേസർ കട്ടർ എടുത്ത് ആ ക്രിയേച്ചറിന്റെ മേലെ ചെറിയൊരു ഹോൾസ് ഇട്ടു. അതിട്ട അടുത്ത സെക്കൻഡിൽ തന്നെ അതിന്റെ ബ്ലഡ് പുറത്തു വരാൻ തുടങ്ങി. സാധാരണ ബ്ലഡിനെ പോലെയല്ലാതെ മഞ്ഞ കളറിലുള്ള ആസിഡ് പോലെയാണിത്. അത് മാത്രമല്ലാതെ അത് ചിന്തിയ സ്ഥലത്ത് ഓട്ടയായി. ഷിപ്പിന്റെ തറയിൽ തന്നെ ഓട്ട വന്നു. ഒരു ഫ്ലോർ മാത്രമാണ് ഹോൾസ് ആയതെന്ന് നോക്കിയാൽ അവിടെ നിന്ന് താഴേക്ക് ഉറ്റി അതിന്റെ അടിയിലുള്ള ഫ്ലോർ ഓട്ടയായിട്ടുണ്ട്. ഭാഗ്യത്തിന് 2 ഫ്ലോറോടെ തന്നെ അത് നിന്നു. അതിനുശേഷം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. നോക്കിയാൽ ആ ക്രിയേച്ചർ സ്വയം അവന്റെ ബോഡിയിൽ നിന്ന് ഇറങ്ങി ചത്തുപോയി. മറ്റവന് ഒന്നും സംഭവിക്കാത്തതുപോലെ എണീച്ചിരുന്നു. രാത്രി എല്ലാവരുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര വയറുവേദന വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവന്റെ വയറ് തന്നെ കീറി ഒരു ഭയാനകരമായ ക്രിയേച്ചർ പുറത്തു വന്നു. അത് കണ്ട എല്ലാവരും നെട്ടി നിന്ന് നേരെ നോക്കി ആ ക്രിയേച്ചർ അവിടെ നിന്ന് ഇറങ്ങി ഓടി.